ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയിരുന്നതുമൂലം രോഗമുക്തരായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. എന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവർക്ക് കർശനമായി താക്കീത് നൽകിയിരുന്നു. എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ സ്വരം കേൾക്കണ എൻ്റെ എല്ലാ ചെല്ല മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേരുകയാണെന്ന് വെച്ചാൽ അമ്മ പ്രവചിക്കാൻ കഴിവുള്ള അമ്മ, എൻ്റെ യേശു വഴി അമ്മയ്ക്ക് പ്രവചിക്കാൻ കഴിവുണ്ടെന്നൊക്കെ ഈ നാട് മൊത്തം എല്ലാവർക്കും പറയാൻ എനിക്ക് അതിന് ഒരു ഒളിച്ചിരുന്ന അമ്മയ്ക്ക് അങ്ങനെ ഒരു ശക്തിയും പ്രവചനം ഇത് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയുക, ഒരു പേടിയില്ലാതെ വിളിച്ച് പറയുക. അമ്മയ്ക്ക് അതിന് കഴിഞ്ഞു. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും നേരെയാണ്. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണേ. നിങ്ങൾ എൻ്റെ ചെല്ല മക്കളുകളെല്ലാം സന്തോഷമായിരിക്കും. നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരികയില്ല. നിങ്ങൾ വീടും കുടുംബവും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും വരും മക്കളെ. അതാണ് അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ അമ്മയെ സ്നേഹിക്കുക, നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുക, നിങ്ങളെ മക്കളെ സ്നേഹിക്കുക, നിങ്ങൾ കൂടെയുള്ളവരെ സ്നേഹിക്കുക. ആരെയും കുറിച്ചൊന്നും പരാതികളൊന്നും പറയണ്ട. അത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മളെ കാര്യങ്ങൾ നോക്കി നമ്മളെ കാര്യങ്ങൾ ചെയ്യും, നമ്മളെ മക്കളെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നെ ചെയ്യും. ഈ വചനത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ചില മക്കളെ അമ്മ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടിയതായിരുന്നു. ഈ നാട്ടിലുള്ളവരെല്ലാം യേശുവിനെ കണ്ടപ്പോൾ ഇവൻ രോഗസൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞു. ഭയങ്കര ജനം തിക്കിത്തിരക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്ത് അത് വെളിയിൽ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലായിടവും പറഞ്ഞു, നാട് മൊത്തം എല്ലാം എന്ത് ചെയ്ത് അത് യേശുവിൻ്റെ പേരിലുള്ള കീർത്തി വളർന്നു. എൻ്റെ ചില മക്കളെ ഈ വചനത്തിൽ പറഞ്ഞതുപോലെയല്ല അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥകളാണ്. സത്യമായിട്ട് അത്രയ്ക്ക് പ്രവചിക്കാൻ കഴിവുള്ള അമ്മ പറയുകയാണ്, ഒരു യേശുവാണ്, എനിക്ക് പ്രവചിക്കാൻ കഴിവുണ്ട്, നീ പ്രവചീരി, ഒരു കുഴപ്പമില്ല. കത്തോലിക്ക സഭയ്ക്ക് വളർച്ച അമ്മ തന്നെ. അമ്മ പ്രവചിക്കുകയാണ്. ഈ കത്തോലിക്ക വളർച്ച അമ്മ തന്നെ. അതാണ് പിതാവ് എൻ്റെ ഈ കുസൃതികൾ കണ്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ഇരിക്കണേ. പിതാവിൻ്റെ പേരിലുള്ള ഈ സഹായം ഈ ഇവിടെ ഉള്ളവരെല്ലാം അമ്മ പറഞ്ഞിരിക്കണം, ഇവിടെ കൊണ്ടു കൊടുക്കണമെന്ന്. ലീഡർ വഴി എല്ലായിടത്തും ഒരു വീട് പോലും വിടാതെ എല്ലാ വീട്ടിലും പോയി വാങ്ങിക്കണം. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ 4 പേര് ജോലി ചെയ്യണവരുണ്ട്. ഇവിടുത്തെ കാര്യം ഈ ഗസമം തോട്ടത്തിൽ ഒരു വീട്ടിൽ 4 പേര് ജോലി ചെയ്യണ വീടുണ്ട്. അപ്പോൾ ആ 4 പേര് ജോലി ചെയ്യണ വീട്ടിലും ഉള്ളവരും ഓരോ ദിവസത്തെ വരുമാനം എല്ലാവരും ചെയ്യണത് കൂടെ ചേർത്ത് വെച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ അത് ദൈവം ഒരു കുറവും തരൂല മക്കളെ. കുറച്ച് പേര് എൻ്റെ ഇവിടെ വലിയ ഈ പൈസ കേൾക്കുമ്പോൾ എല്ലാവരും ഈ എലി മാളത്തിൽ ഒളിച്ച പോലെ ഒളിക്കും. കാര്യത്തിൽ വരുമ്പം ഇടാനാണെങ്കിൽ എല്ലാവരും വലിയ നാക്കുകൾ നീട്ടിക്കൊണ്ട് വരും. അപ്പോൾ പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വൈദ്യൻ ഇവിടെ ഭയങ്കര പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മൾ ഗസമം തോട്ടത്തിൽ പോയപ്പോൾ അച്ഛൻ എങ്ങനെ കണ്ടെന്നു, പിതാവേ എത്രയും പെട്ടെന്ന് ഇറങ്ങി വരണമേ പിതാവേ, എന്നുവെച്ചാൽ പിതാവ് വന്നാലേ എന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുത്തിയാലേ ഇവിടെ രക്ഷയുള്ളൂ എൻ്റെ യേശുവിന്. എന്നുവെച്ചാൽ അത്രയ്ക്ക് യേശു കരഞ്ഞുകൊണ്ടാണ് ഇന്ന് പൂജ നടത്തിക്കണേ. മൂക്കെല്ലാം പെരുവിയിരിക്കണു, കണ്ണെല്ലാം ചുവന്നിരിക്കണു, കൈകാലുകളെല്ലാം വിറയ്ക്കണുണ്ട്. അത്രയ്ക്ക് പീഡകൾ അനുഭവിക്കണുണ്ട് എൻ്റെ യേശു. അപ്പോൾ ആ പീഡനങ്ങളെല്ലാം നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ ഗസമം തോട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കണം. എൻ്റെ പിതാവ് എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുത്തിയേ പറ്റൂ. അത്രയ്ക്ക് എൻ്റെ യേശു ഇവിടെ കിടന്ന് പീഡനങ്ങൾ സഹിക്കുകയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് കണ്ണുനീര് അവൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. ആ വചനത്തിലുള്ളതുപോലെ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ മോൻ, എൻ്റെ യേശു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോനായ യേശുവിനെ വേദനിപ്പിക്കാതെ എൻ്റെ പിതാവ് കടന്നു വന്ന് എന്നെ ആ അമ്മ ഒരു സ്ഥാനത്ത് അവിടെ ഏതൊരു സ്ഥാനത്ത് അമ്മയെ പിടിച്ചിരുത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ കണ്ണേ കാണുന്നത് അമ്മയ്ക്കേ പറയാൻ പറ്റും. അമ്മയെ കണ്ടേ പേടിയുള്ളൂ മക്കളെ. ഈ ഗസമം തോട്ടത്തിൽ ഈ അമ്മയെ കണ്ടേ പേടിയുള്ളൂ, ഭയമുള്ളൂ. ആരെ കണ്ടും പേടിയില്ല, ഒരു യേശുവിനെ കണ്ടും പേടിയില്ല, ആരെ കണ്ടും. അപ്പോൾ ഭയം ഉള്ളവർ ഒരാൾ ഇവിടെ വേണം, ഈ ഗസമം തോട്ടത്തിൽ വേണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ലീഡറിൻ്റെ കൂടെ പൈസ കൊടുത്ത് ഒരു വീട് പോലും ഒഴിവാക്കണ്ട. എല്ലാ വീടുകളിലും നിങ്ങൾ പൈസ പിരിച്ചെന്ത് ചെയ്യണം? ഒരു വീട്ടിൽ ഒരാൾ ജോലി ചെയ്യണവരുണ്ട്, 2 പേര് ജോലി ചെയ്യണവരുണ്ട്, ജോലി ചെയ്യാത്ത വീടുകൾ കാണും. അത് അവർക്കുള്ളത്. 4 പേര് ജോലി ചെയ്യണവരുണ്ട്. എല്ലാവരുടെ പൈസയും കൂടെ ഒരു ദിവസത്തെ ശമ്പളം അതെല്ലാം ഈ ഗസമത്തോടെ കൊടുക്കണം. എൻ്റെ ചെല്ല മക്കൾ ബാക്കിയുള്ള എല്ലാ മക്കളോട് അമ്മ എന്തിനു പറഞ്ഞു? അമ്മേരെ അക്കൗണ്ടിലോട്ട് ഇട്ടുകയാണ്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാവൽ നിൽക്കുക. അമ്മ അവിടെ ഈ ഗസമം തോട്ടത്തിൽ പോവും, പൈസ എണ്ണുമ്പം ഇതൊക്കെ എത്ര രൂപ ഉണ്ട് എന്നൊക്കെ നാടിന് പറയണ്ടേ, ഈ ഗസമം തോട്ടത്തിൽ എത്ര കിട്ടിയാന്ന്. അതൊക്കെ അമ്മ പോയി നിന്ന് കാണാതെ തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ
അത് അമ്മയുടെ ഇതാണ് എന്ന് വെച്ചാൽ പൈസയ്ക്ക് കാവൽ നിൽക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് അത് പറയാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ചില മക്കളെല്ലാം അമ്മയ്ക്ക് കൈത്താങ്ങ് തരണം. അമ്മ എന്ന് വെച്ചാൽ പിതാവിൽ ഈ പ്രവചിക്കാൻ കഴിവുള്ള അമ്മ എങ്ങനെ നിങ്ങളടുത്ത് വരും? പിതാവിൽ കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റുകയുള്ളൂ, യേശുവിൽ കൂടെ നിങ്ങളടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സഹായം എങ്ങനെ വരണോ അത് കണ്ടേ പിതാവ് എന്നെ ഇറക്കിക്കൊണ്ട് നിങ്ങളടുത്ത് മുമ്പ് കൊണ്ട് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? എല്ലാ കൈത്താങ്ങും അമ്മയ്ക്ക് തന്നേ പറ്റുള്ളൂ. എല്ലാ പള്ളിയിൽ നിന്നും എല്ലായിടത്തും ലോകം മൊത്തം എല്ലാ മക്കളും ഇപ്പോൾ ഈ അമ്മ യൂട്യൂബ് ഇടുന്നത് ആളുകൾ പറയണത് നീ ഇടുന്ന എല്ലാ ലോകം പോകണം. ഞാൻ പറയും പോട്ടെ എന്ന്, പോയി എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ലോകത്ത് ഈ കേരളത്തിലുള്ള എല്ലാ മക്കളും മലയാളം സംസാരിക്കാൻ അറിയാവുന്നില്ല എല്ലാ മക്കളും എൻ്റെ യൂട്യൂബ് കാണുന്ന മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൽ കൈത്താങ്ങ് തരുമോ മക്കളെ? എല്ലാവരും ഈ ഗസമൻ തോട്ടത്തിൽ എന്നെ അറിയാമെന്നുള്ളവർ മാത്രം ചെയ്യണ്ട. എന്നുവെച്ചാൽ അത് അവരെ അമ്മ വഴി എല്ലാവരും കുടുംബം വഴി അവർ ഈ ഗസമൻ തോട്ടത്തിൽ കൊടുക്കാനുണ്ട്. ബാക്കി എല്ലാവരും എൻ്റെ ചെല്ല മക്കളുകളെല്ലാം അമ്മയ്ക്ക് കൈത്താങ്ങ് തരിക. അമ്മയ്ക്ക് കൈത്താങ്ങ് എന്നാൽ ഗൾഫ് തൊട്ട് നിങ്ങളടുത്തും വരും, സൗദിയിലും വരും, എല്ലാ രാജ്യത്തും അമ്മ വരും. ആര് വഴി വരും? പിതാവ് വഴി വരും. അപ്പോൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അമ്മയ്ക്ക് കൈത്താങ്ങ് തന്നേ പറ്റൂ. പിതാവിൻ്റെ കൈ പിടിച്ച് വേണം എനിക്ക് എല്ലായിടവും വരാൻ. അപ്പോൾ നിങ്ങൾ പിതാവിൻ്റെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൈത്താങ്ങ് തന്നേ പറ്റൂ. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം നല്ല സുഖം ഉണ്ടാകട്ടെ. പിതാവ് എത്രയും പെട്ടെന്ന് ഈ ഗസമൻ തോട്ടത്തിൽ വന്നേ പറ്റൂ. അമ്മയെ ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തിയേ പറ്റൂ. നാട്ടിലെ എല്ലാ മക്കളും ഒന്ന് അതിനൊരു മെസ്സേജ് ഇട്ട് കൊടുക്കി എൻ്റെ പിതാവിനും. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം രോഗങ്ങൾ മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കട്ടെ. ജോലി ചെയ്യണ മക്കൾ ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരിക്കണം. നമ്മൾ പറയും എന്തൊരു സങ്കടമെന്ന്. അവർക്കും ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും അവരും പീഡനങ്ങൾ സഹിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കളെ നിങ്ങളെ വേദനകളെല്ലാം മാറട്ടെ, നിങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറട്ടെ, നിങ്ങളെ സങ്കടങ്ങളെല്ലാം മാറട്ടെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. പേപ്പറിൽ കണ്ടതാണ് ഒരു പോലീസ് 33 വയസ്സായ ഒരു പോലീസുകാരൻ മരിച്ചു എന്ന്. എന്തിനു മക്കളെ മരിക്കണം? നിങ്ങൾ ഇനിയുള്ള ഒരു മരണത്തിൻ്റെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മക്കൾ മരിക്കരുത്. വീട്ടിൽ നിന്ന് ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക മക്കളെ. മരണം ഒരു പരിഹാരമല്ല മക്കളെ. പോലീസ് എന്ന് പറയുമ്പോൾ ഓരോ ജോലിക്ക് എന്തെങ്കിലും കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ ജോലി നേടണം. വീട്ടിലുള്ളവരുടെ പ്രാർത്ഥന, ഒത്തിരി പേര് ബന്ധുക്കൾ പ്രാർത്ഥിക്കും ഇവനൊരു ജോലി കിട്ടണേന്ന്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളൊരു ജോലിയിൽ ഗവൺമെൻറ് ജോലി അത് ഇരിക്കണ ഒരു വ്യക്തി ഇങ്ങനെ മരിക്കാൻ പാടില്ല മക്കളെ. എത്രയും മക്കൾ ഇരന്ന് ജീവിക്കണം മക്കളെ. അതുകൊണ്ട് ഒരിക്കലും ഒരു ജോലിയും ഒരു മോശമല്ല. നിങ്ങൾ കിട്ടുന്ന ശമ്പളം നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യും മക്കളെ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളർച്ച ഉണ്ട്. ഏത് ജോലിയിലും ഒരു വളർച്ച ഉണ്ട് മക്കളെ. നിങ്ങൾ സത്യസന്ധത നിങ്ങൾക്ക് ഉയർന്ന ജോലികൾ മുമ്പോട്ട് കയറി പോകാൻ പറ്റും. അത് സത്യസന്ധത. അതുകൊണ്ട് പോലീസ് ജോലിയിൽ ഉള്ളവർ കൂടുതലൊരു മരണം അതാണ് അമ്മ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് കാണുമ്പോൾ വിഷമം. കൊച്ചു മക്കൾ എൻ്റെ മക്കളെ പോലെയുള്ള മക്കൾ മരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും മരിക്കാൻ ഇനി മനസ്സിൽ വിചാരിക്കണ ഒരു മക്കൾ മരിക്കല്ലേ മക്കളെ. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അതിനെ പിടിച്ച് നിൽക്കുക. നിങ്ങളെ മക്കളുണ്ട്, നിങ്ങൾക്ക് കുടുംബമുണ്ട്, അല്ലെങ്കിൽ മക്കളിലേക്ക് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ അമ്മ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ. നിങ്ങൾ തെറ്റായ ഒരു ഇതിലോട്ട് നിങ്ങൾ പോകരുത്. കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓരോ ഇതുകളും വായിക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരണം. അപകടം അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ. ദൈവം നമ്മളെ സമയമാകുമ്പോൾ ചിലപ്പോൾ ഓരോന്ന് നമ്മൾ കൊണ്ടുപോയാണ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമല്ല. അല്ല നമ്മൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുക അത് തെറ്റായ ഒരു കാര്യമാണ്. ഇനിയുള്ള ഒരു ജോലിക്കാരും ഇങ്ങനെ മരിക്കരുത്. നമുക്ക് ഭാര്യ നമ്മളെ വഴക്കൂറിന് പോട്ടെ അവിടെ അറിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരും മക്കളെ. ഭാര്യയ്ക്ക് പിന്നെ ആരോടെ പെയ്യാലും പിന്നെ ഈ ഒരു സ്നേഹം ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ച് കിട്ടുകയില്ല മക്കളെ. അതങ്ങനെയാണ്. ആദ്യത്തെ കിട്ടുന്ന ഭാര്യ ഭർത്താവ് തന്നെ ഭർത്താവ്. എന്ത് പറഞ്ഞാലും ആദ്യം കിട്ടുന്ന ഭാര്യ തന്നെ ഭർത്താവിനും ഭാര്യയായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ അവൾ എന്ത് സഹിക്കുന്നത് ആദ്യത്തെ ഭാര്യയെ സഹിക്കുക. രണ്ടാമത്തെ ഭാര്യ പറയും നീ ആദ്യം ഒരുതിയെ കെട്ടി അറിഞ്ഞിട്ട് വന്നവളാണ് എന്നെ അടുത്ത് പീഡിപ്പിക്കാൻ വന്നതെന്ന് കേട്ടൊക്കെ. അങ്ങനെ പ്രശ്നങ്ങളാണ് മക്കളെ കുടുംബജീവിതത്തിൽ. അതുകൊണ്ട് നമ്മളെ ജീവിതങ്ങൾ കൈവിട്ട് കളയാതെ നിങ്ങൾ സന്തോഷമായി ജീവിക്കുക മക്കളെ. സന്തോഷമായിരിക്കുക മക്കളെ. ഒരു ജോലിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സത്യസന്ധമായി ചെയ്യുക. നമുക്കുള്ളത് മതി എന്ന് പറഞ്ഞ് നമ്മൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ അതിൽ വരും. എന്ന് വെച്ചാൽ ജീവനെ പണയം വെച്ചാണ് പോലീസുകാർ ഓരോ കള്ളനെ പിടിക്കാൻ പോണേ. ഇവരെ ജീവൻ നഷ്ടപ്പെടും. അവൻ കുത്തി വീഴ്ത്തും. എന്ന് വെച്ചാൽ ഒരു ഗുണ്ടയെ പിടിക്കാൻ മുമ്പ് പേടിച്ചാണ് പോണത് ഒരു പോലീസ്. നമ്മളെ ഉയർന്ന പോലെ ഇല്ലേ മക്കളെ. അവരങ്ങനെയാണ്. അപ്പം ഓരോ ജോലിക്കും പാടുണ്ട് മക്കളെ. എല്ലാ ജോലിക്കും പാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ അതിനൊരു വളർച്ച നിങ്ങൾക്കുണ്ട്. ഏത് ജോലിക്കും പാടുണ്ട്. ഒരു ജോലിക്കും പാടില്ലാതല്ല. അതുകൊണ്ട് ജോലി സ്ഥലത്ത് കൂടുതൽ ഇപ്പോൾ ജോലിക്കാരാണ് ആത്മഹത്യ ചെയ്യണത്. സഹിക്കാൻ പറ്റാതെ ഓരോന്ന് പറഞ്ഞ് കേൾക്കുമ്പം പീഡനങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ ഓരോ വിഷമങ്ങൾ വരുമ്പം ആത്മഹത്യ ചെയ്യണം. അത് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യാതെ ഇനിയുള്ള ഒരു ജോലിക്കാർ ഇങ്ങനെ മരിക്കാതെ നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. ദൈവമുണ്ട് മക്കളെ. ആർക്കും ആരുമില്ല മക്കളെ. ചില സമയങ്ങളിൽ ആർക്കും ആരുമില്ല. ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക.
നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരും. എല്ലായിടത്തും അമ്മ ഇറങ്ങി വരും. പിതാവിൽ കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റുള്ളൂ ചില മക്കളെ. അത് നിങ്ങൾ സന്തോഷമായിരിക്കും. ആ സമയമാകുമ്പം പിതാവ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ തന്നെ ചെയ്യും. ഇത്രയും കഴിവുള്ള അമ്മയെ ഒളിപ്പിച്ചിരുത്തുകയോ ഇല്ല. ഇപ്പം അമ്മയ്ക്ക് ഒരു സുരക്ഷിതമായിട്ട് അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അമ്മ വരും, ഇറങ്ങി വരും. അമ്മയ്ക്കൊരു കുടുംബമാണ്. അമ്മയ്ക്ക് എല്ലാം ഒരു കുടുംബമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഇതായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് പിതാവ് വഴി അമ്മയ്ക്ക് വരാൻ പറ്റും. അത് പിതാവിൽ കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് സന്തോഷമായിരിക്കുക. എല്ലാ മക്കളും ഹാപ്പി ആയിരിക്കുക. ഈ കരുണയുടെ സഹായം, പിതാവിൻ്റെ സഹായം എല്ലാം അമ്മയ്ക്ക് ചെയ്യുക മക്കൾ. അമ്മയാണ് പൈസയ്ക്കെല്ലാം ഇനി കാവൽ, എല്ലാത്തിനും. ഇനി ഗസമൻ തോട്ടത്തിൽ അമ്മ എത്രയും പെട്ടെന്ന്, എൻ്റെ പിതാവ് വന്ന് എന്നെ ഇരുത്തണേ പിതാവ്, എത്രയും പെട്ടെന്ന് എൻ്റെ ദൈവം ഈ ഗസമൻ തോട്ടത്തിൽ വന്നേ പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ യേശു അത്രയ്ക്ക് പീഡകൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ പിന്നെയും കിടന്ന്. അപ്പോൾ ആ പീഡനങ്ങൾക്ക് അമ്മ പയ്യാലേ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവും. ഇവനെ പീഡിപ്പിച്ചാൽ അയ്യോ ഇത് അമ്മയാണ്, അവൾ പ്രതികരിക്കുമെന്നുള്ള ഒരിത് ഭയം ഉണ്ടാവും. അല്ലാതെ ആർക്കും ഒരു ഭയമില്ല മക്കളെ. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഗസമൻ തോട്ടത്തിൽ കയറിയേ പറ്റൂ. എൻ്റെ പിതാവ് എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തേണ്ടതുണ്ട്. എൻ്റെ ചില മക്കളെ ഞാൻ വയ്ക്കട്ടെ.